പാലക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വർഷങ്ങൾ പഴക്കമുള്ള പഴയൊരു കോട്ട, ചരിത്രപ്രസിദ്ധമായ ടിപ്പു സുൽത്താൻ ഫോർട്ട്. ഈ കോട്ടയെക്കുറിച്ചറിയാത്ത മലയാളികൾ കുറവായിരിക്കും. ഒരു തവണ പോലും ഈ കോട്ട കാണാത്ത പാലക്കാട്ടുകാരും കുറവായിരിക്കും. ആദ്യത്തെ എടുത്തു പറയേണ്ട മാറ്റം ഇവിടെ ടിക്കറ്റ് കൊണ്ടുവന്നു. കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ ഇനി ടിക്കറ്റ് എടുക്കണം. 8 മണി തൊട്ട് 5:30 വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ള സമയം. 25 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. കോട്ടയ്ക്കകത്തുള്ള ഹനുമാൻ്റെ ക്ഷേത്രം വരെ ടിക്കറ്റ് എടുക്കാതെ പോവാം. അതുപോലെ കോട്ടയ്ക്ക് ചുറ്റുമുള്ള നടപ്പാതയ്ക്കും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് വന്നതും ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് കോട്ടയ്ക്ക് ചുറ്റുമുള്ള വെള്ളം കെട്ടിനിൽക്കുന്ന ഇടമാണ്. വേനൽക്കാലത്തും ഇവിടെ വെള്ളം വറ്റി കണ്ടിട്ടില്ല. ശത്രുക്കളുടെ നുഴഞ്ഞുകയറ്റം തടയാനായി ഇതിൽ മുഴുവൻ പണ്ട് മുതലകളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളത്തിൽ നിറയെ മീനുകളും ആമകളുമാണ്. ഈ കോട്ടയ്ക്ക് ചുറ്റും നടക്കാനുള്ളൊരു വഴിയുണ്ട്. അതുപോലെ കോട്ടയോട് ചേർന്ന് വാടിക എന്നൊരു ഗാർഡനുമുണ്ട്. ഈ 2 സ്ഥലത്തേക്ക് പോകാൻ സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിനടുത്തുള്ള ഈ പാലം പണ്ട് എടുത്തുമാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാലമായിരുന്നു. ഇതാണ് ഹനുമാൻ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ്. അതിഗംഭീരമായ ഗേറ്റാണ് ഇവിടുത്തേത്. വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ ഈ ഹനുമാൻ ക്ഷേത്രം. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഈ സ്ഥലം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചു വരുന്ന കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. 1776 പാലക്കാട് പിടിച്ചടക്കിയതിന് ശേഷം ഹൈദരാലിയാണ് ഈ കോട്ട പുതുക്കി പണിതത്. തെക്കൻ മലബാറിൻ്റെ ഭരണകേന്ദ്രം കൂടിയായിരുന്നു ഈ കോട്ട. പിന്നീട് ബ്രിട്ടീഷുകാർ ഹൈദരാലിയിൽ നിന്ന് ഈ കോട്ട പിടിച്ചടക്കി. ഹനുമാൻ ക്ഷേത്രം കഴിഞ്ഞ് കോട്ടയ്ക്കകത്തേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെയാണ് ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടത്. ടിക്കറ്റ് വാങ്ങിയിട്ടുള്ള എൻട്രി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഒരു സബ് ജയിലായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സബ് ജയിൽ ഇവിടെ നിന്ന് മാറ്റി. ഇന്ന് ഇവിടെ ഏതോ ഗവൺമെൻറ് ഓഫീസാണ് പ്രവർത്തിച്ചു വരുന്നത്. എല്ലാം വിശദമായി കണ്ട് മനസ്സിലാക്കാം. അകത്ത് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചതായി തോന്നുന്നില്ല. നല്ല രീതിയിൽ ഈ സ്ഥലം സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന മരങ്ങളാണ്. എത്ര വേനലാണെങ്കിലും ഇവിടെ ചെറിയ തണുപ്പുണ്ടാകും. ആ ഒരു തണുപ്പും തണലെല്ലാം കാരണമാണ് പണ്ട് കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കാനായും ഈ സ്ഥലത്തേക്ക് വന്നിരുന്നത്. അന്ന് ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. തിരക്ക് പിടിച്ച പാലക്കാട് ടൗണിന് നടുവിൽ അധികം ബഹളമൊന്നുമില്ലാതെ മരത്തണലിൽ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയൊരിടം കൂടിയാണിത്. അവധി ദിവസം ആയതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഓഫീസിലേക്ക് വരുന്ന ആളുകളെയൊന്നും ഇന്ന് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ താലൂക്ക് സപ്ലൈ ഓഫീസാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം നാട്ടിൽ വളരെ പരിചയമുള്ള സ്ഥലം അവിടേക്ക് ടിക്കറ്റ് എടുത്ത് കയറേണ്ടി വന്നപ്പോൾ ചെറിയൊരു പരിഭവം തോന്നിയെങ്കിലും ഇവിടെ എത്തി ഈ സ്ഥലം സംരക്ഷിച്ചിരിക്കുന്ന രീതി കണ്ടപ്പോൾ ആ പരിഭവമെല്ലാം മാറി. 25 രൂപയല്ല 50 രൂപ കൊടുത്താലും കുഴപ്പമില്ല. ഈ സ്ഥലം ഇതുപോലെ നന്നായി സംരക്ഷിച്ചാൽ മതി. ചരിത്രത്തേക്കാൾ കെട്ടുകഥകളാണ് ഈ കോട്ടയെക്കുറിച്ച് കൂടുതലും കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് മനസ്സിൽ മുഴുവൻ അതാണ് പതിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരും ഹൈദരാലിയും തമ്മിൽ ഒരുപാട് തവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകാലം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നെങ്കിൽ പിന്നീട് കുറച്ചുകാലം ഹൈദരാലിയുടെ കീഴിലായിരുന്നു ഈ കോട്ട. നേരത്തെ കണ്ട ഗവൺമെൻറ് ഓഫീസിൻ്റെ പുറകുവശമാണിത്. ഈ ഒരു ഭാഗത്തായിരുന്നു പണ്ട് സബ് ജയിൽ ഉണ്ടായിരുന്നത്. അന്ന് സബ് ജയിൽ ഉണ്ടായിരുന്നിട്ടും ടൂറിസ്റ്റുകളുടെ എൻട്രി ഒന്നും തടഞ്ഞിരുന്നില്ല. അന്നത്തേക്കാളും നന്നായി ഈ സ്ഥലം സംരക്ഷിക്കുന്നുണ്ട്. ഈ കോട്ടയ്ക്ക് ചുറ്റും വൻ മതിലുകളാണുള്ളത്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായുള്ള പ്രതിരോധ മതിൽ. ആ മതിലിനോട് ചേർന്ന് ഒരു വഴിയും പോകുന്നുണ്ട്. ആക്രമിക്കുന്ന ശത്രുക്കളെ നേരിടാനായി ഇവിടെ ഭടന്മാർ നിൽക്കുന്നതും ആ കാലത്ത് ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നതുമെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ കണ്ട പല സിനിമകളിലൂടെയാണ്. അങ്ങനെ കണ്ട സിനിമകളുടെ ഓർമ്മകളാണ് ഇതുവഴി നടക്കുമ്പോൾ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് കോട്ടയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ നിന്ന് മൈസൂരിലേക്ക് ഒരു രഹസ്യ തുരങ്കപാതയുണ്ട് എന്ന കാര്യം. ഈ തുരങ്കത്തിൻ്റെ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പാലക്കാട് വരുന്നവർ ഉറപ്പായും കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. ഇവിടുത്തെ മ്യൂസിയം തുറന്നാൽ ഇവിടേക്ക് ഇനിയും വരണം. ചിലപ്പോൾ അവിടെ നിന്ന് ഈ കോട്ടയുടെ ചരിത്രം കൂടുതലായി മനസ്സിലാക്കാൻ കഴിയും.